മോർണിംഗ്. എനിക്ക് ആളെ സിഗ്നലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് 2-3 മിനിറ്റ് വൈകി. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്? 3 ways to obtain an item to an organization. അവിടെ ഇല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? അല്ലേ? ലാസ്റ്റ് നമ്മൾ അതല്ലേ ഡിസ്കസ് ചെയ്തത്? പേജ് നമ്പർ നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ പറഞ്ഞേ. 110 ആണ് ഞാനിപ്പോ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. പേജ് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 94. ഓക്കെ, സൗബന്ധിക ഇവിടെ വെച്ചിട്ടുണ്ട് 94. പേജ് നമ്പർ 94. മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3rd മൊഡ്യൂളിലെ മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് 3 ways to obtain an item to an organization. ഒരു ഓർഗനൈസേഷനിൽ നമ്മുടെ മെറ്റീരിയൽസ് ഒരു ഐറ്റം ലഭിക്കുന്നതിനുള്ള 3 മാർഗങ്ങൾ ഏതൊക്കെയാണ്? പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്, പുതിയ എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യാം. പർച്ചേസിംഗ് ഓഫ് യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ്, ഇനി ഉപയോഗിച്ച അല്ലെങ്കിൽ പഴയ എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യാം. ബൈ ലീസിംഗ്, മൂന്നാമത്തെ എന്താ? ലീസിംഗിന് എടുക്കാം, വാടകയ്ക്ക് അല്ലെങ്കിൽ പാട്ടത്തിന് എടുക്കാം. ഓക്കെ, ഇനി പർച്ചേസിംഗ് എ ന്യൂ എക്യുപ്മെന്റ്, ഒരു പുതിയ എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ? relevant data about the equipment or from the user department. അപ്പൊ എന്ത് ചെയ്യണം? ഒരു പുതിയ എക്യുപ്മെന്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഡേറ്റാസ് കളക്ട് ചെയ്യണം. To collect the relevant data about the equipment, equipmentsനെ സംബന്ധിക്കുന്ന ഡേറ്റാസ് കളക്ട് ചെയ്യണം. Or from the user department, എവിടെ നിന്ന്? യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. ആ എക്യുപ്മെന്റ്സ് ആവശ്യമുള്ള അത് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് യൂസർ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആവശ്യം ആ എക്യുപ്മെന്റ്സിനെ കുറിച്ചുള്ള പ്രശസ്തമായിട്ടുള്ള ഡേറ്റാസ് എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. എത്ര ഐറ്റം വേണം, ഏതൊക്കെ ഐറ്റം ആണ് എന്നിവയെ സംബന്ധിക്കുന്ന ഡേറ്റാസ് കളക്ട് ചെയ്യുക. രണ്ടാമത്തെ ടു ഇൻവൈറ്റ്, പേജ് നമ്പർ 94 കേട്ടോ. To invite the quotation from the suppliers, എന്ത് ചെയ്യണം? To invite the quotation, സപ്ലയറിൽ നിന്ന് quotations ഇൻവൈറ്റ് ചെയ്യണം. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളതിനെ നമുക്ക് ആരാണ്? ഏത് സപ്ലയറിൽ നിന്നാണ് മെറ്റീരിയൽസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ സപ്ലയർമാര് quotations വെക്കണം. ആ quotations ഇൻവൈറ്റ് ചെയ്യണം, ക്ഷണിക്കണം. പിന്നെ അടുത്ത അസസ്മെന്റ് ഓഫ് quotation or bids. എന്താണ്? quotations അസസ് ചെയ്യുന്നു. ബിഡ് എന്ന് പറഞ്ഞാൽ ലേലം വിളിക്കുക കേട്ടോ. അത് നമ്മള് അതിനകത്ത് ഏതാണോ നമുക്ക് ഓക്കെ ആകുന്നത്, ആപ്റ്റ് ആകുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നു? ലേലം വിളിക്കുന്നു. ബിഡ്, BIDS, ബിഡ്സ്, ലേലം വിളിക്കുക. കൊട്ടേഷൻസ് അസസ് ചെയ്യുന്നു, ലേലം വിളിക്കുന്നു. ഇനി നെക്സ്റ്റ് ഫാക്ടേഴ്സ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ 3 എണ്ണം എക്സാമിന് ചോദിക്കാറുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കുക. ഫാക്ടേഴ്സ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്, ഘടകങ്ങളാണ് പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ. എന്താണ് ഒരു മെഷീന്റെ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റിന്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്? എന്താ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സർവീസ് ലൈഫ് ഓഫ് ആൻ അസറ്റ്. ഒരു എക്യുപ്മെന്റ്സിന്റെ സർവീസ് ലൈഫ് ആണ്. അതാണ് ഏത്? എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു 10 വർഷം ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീൻ ആണെങ്കിൽ നമുക്ക് അത്രയും തന്നെ ഉപയോഗിക്കാൻ പറ്റണം. അതായത് മെയിൻ്റനൻസ് ഒന്നും കൂടാതെ ഉപയോഗിക്കുന്ന ആ ലൈഫ്, അതാണ് എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ. ഇപ്പൊ നമ്മളൊരു മെഷീൻ വാങ്ങുമ്പോൾ 10 വർഷം അങ്ങനെ അല്ലെങ്കിൽ 15 വർഷം നമുക്ക് ഒരു പീരീഡ് ഉണ്ടല്ലോ, ആ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈം പീരീഡ്. അതാണ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് രീതിയിൽ കുറച്ചും കൂടി വേണമെങ്കിൽ തള്ളി നീക്കാം. 10 വർഷം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. 10 വർഷത്തെ നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് ചെറിയ കംപ്ലൈന്റ് വന്നപ്പോൾ നമ്മൾ മെയിൻ്റനൻസ് ചെയ്ത് വേണമെങ്കിൽ ഒരു 3 വർഷം കൂടി അത് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ എന്താ പറയാ, ആ മെയിൻ്റനൻസ് കൂടാതെ ഒന്നും ചെയ്യാതെ, മെയിൻ്റനൻസ് ഒന്നും ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ആ മെഷീന്റെ ലൈഫാണ് എക്കണോമിക് ലൈഫ് മെഷീൻ എന്ന് പറയുന്നത്.
It consists of the service life of an asset. Asset എന്ന് പറഞ്ഞാൽ ആസ്തി. Service life of an asset. ആസ്തി. Which reduces the average cost per period of the service. ഒരു സേവന കാലയളവിലുള്ള ശരാശരി ആ ഒരു ചെലവ് അത് കുറിക്കുന്നു. It includes time, cost, dimensions. അതിനകത്ത് ടൈം, അതിന്റെ കോസ്റ്റ് ഇതെല്ലാം ഉൾപ്പെടുന്നു. അപ്പൊ നിങ്ങൾ ആ ഫസ്റ്റ് ഒരു സെന്റൻസിന്റെ ആദ്യത്തെ ഒന്ന് നോട്ട് ചെയ്തിട്ടാണ്. Service life of an asset is called dash in the economic life of the machine. മനസ്സിലായില്ലേ? ക്ലിയർ ആവുന്നില്ലേ പറയണേ? അതായത് ഒരു എക്യുപ്മെന്റ് വാങ്ങിച്ചു, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാലാവധി. ഓക്കെ, രണ്ടാമത്തെയാണ് ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. എന്താ? The total period of productivity of the machine or the entire life of the machine, അല്ലെങ്കിൽ ആ മെഷീന്റെ മൊത്തത്തിലുള്ള കാലാവധി. Total period of productivity of the machine, ആ യന്ത്രത്തിന്റെ ആ മെഷീന്റെ ഉൽപാദനക്ഷമതയുടെ ആകെ അളവ്. ഉൽപാദനക്ഷമതയുടെ ആകെ അളവ്, അതായത് നമ്മൾ മെഷീൻ വാങ്ങി, അത് നമ്മളോട് പറഞ്ഞു 12 വർഷം ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ 12 വർഷം ഉപയോഗിച്ചു. അതിനുശേഷം നമുക്ക് വീണ്ടും അതിനൊരു മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് നമുക്കൊരു 3 വർഷം കൂടി ഉപയോഗിച്ചു. അപ്പൊ മൊത്തം എത്ര വർഷം ഉപയോഗിച്ചു? എത്ര വർഷം ഉപയോഗിച്ചു? 12 വർഷം ഡയറക്റ്റ് ആ മെഷീൻ നമ്മൾ ഉപയോഗിച്ചു. അതിനുശേഷം നമ്മൾ മെയിൻ്റെനൻസ് ചെയ്ത് 3 വർഷം കൂടി ഉപയോഗിച്ചു. അപ്പൊ ടോട്ടൽ നമ്മൾ എത്ര വർഷം ഉപയോഗിച്ചു? ഓക്കെ, വെരി ഗുഡ്. 15 വർഷം അല്ലേ? 15 years. 15 വർഷം നമ്മൾ അത് ഉപയോഗിച്ചു. അതാണ് ഫിസിക്കൽ ലൈഫ് എന്ന് പറയുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? മെയിൻ്റെനൻസും കൂടി ചെയ്ത് നമുക്ക് ഉപയോഗിക്കുന്ന ആ ഒരു കാലയളവ്. ഓക്കെ, മനസ്സിലായില്ലേ? മെയിൻ്റെനൻസ് കൂടി ചെയ്ത് ആ മെഷീൻസ് മൊത്തത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആ കാലയളവാണ് ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെച്ചത് the total period of productivity of the machine is called the dash. എന്നിട്ട് എഴുതും നമ്മൾ അവിടെ ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ. ക്ലിയർ അല്ലേ? ാണ് ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. എന്താ? The number of years over which the capital cost can be received back. The number of years which capital cost, മൂലധന കോസ്റ്റ്, അത് നമുക്ക് തിരികെ ലഭിക്കാവുന്ന വർഷങ്ങളുടെ എണ്ണം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇപ്പൊ ഞാൻ 1000 രൂപയുടെ ഒരു സാധനം ഞാൻ വാങ്ങി. എക്കണോമിക് ലൈഫ് ഒന്നുകൂടി പറയാമോ? ഓക്കെ, എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത് ഒരു മെഷീന്റെ കാലാവധിയാണ്. സർവീസ് ലൈഫാണ് ആ മെഷീൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാലാവധി. അതായത് ഞാൻ പറഞ്ഞത് ഒരു 10 വർഷം ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീനാന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങി. ആ 10 വർഷം നല്ല സ്മൂത്ത് ആയിട്ട് അത് പോയി. 10 വർഷം ഒരു മെയിൻ്റെനൻസ് കൂടാതെ നമുക്ക് 10 വർഷം കറക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റി. അതാണ് എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാതെ നമുക്ക് ആ ഡയറക്റ്റ് വാങ്ങിയതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാലയാണ്. ചോദിച്ചാൽ ക്ലിയർ ആയോ? രണ്ടാമത്തെ ഫിസിക്കൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മെയിൻ്റെനൻസും കൂടി ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കാലയളവ്. അതാ 10 വർഷമാണെങ്കിൽ 10 വർഷം, അത് കഴിഞ്ഞ് 2 വർഷം മെയിൻ്റെനൻസ്. നമ്മൾ അങ്ങനെയല്ലേ? മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഉപയോഗിക്കും അല്ലെ? അല്ലറ ചില്ലറ മെയിൻ്റെനൻസ്, റിപ്പയറിങ്ങോ കാര്യങ്ങളോ നടത്തിയിട്ട് നമ്മൾ 2-3 വർഷം കൂടി തള്ളി നീക്കും. മാക്സിമം അത് ഉപയോഗിക്കാൻ പറ്റും എന്നാ അതുവരെ നമ്മൾ ഉപയോഗിക്കും. അതാണ് നമ്മൾ ഫിസിക്കൽ ലൈഫ് എന്ന് പറയുന്നത്. മെയിൻ്റെനൻസും കൂടി ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു കാലയളവ്. മൂന്നാമത്തെയാണ് ടാക്സ് ലൈഫ്. എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത്? The number of years which the capital cost can be received back. അതായത് നമുക്ക് തിരികെ ലഭിക്കാവുന്ന വർഷങ്ങളുടെ എണ്ണം എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്നത്, ഇപ്പൊ ഞാനൊരു 1000 രൂപയുടെ ഒരു സാധനം വാങ്ങിച്ചു. അപ്പൊ 1000 രൂപയുടെ ബെനിഫിറ്റ് എനിക്ക് അറിയുന്നില്ലേ? അല്ലേ? അപ്പൊ അതിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന ബെനിഫിറ്റ് ആണ് നമ്മൾ എന്താ പറയുക? ടാക്സ് ലൈഫ്. ഇപ്പൊ ഞാനൊരു 500 രൂപയുടെ ചുരിദാർ ഞാൻ വാങ്ങിച്ചു. ആ 500 രൂപയുടെ ബെനിഫിറ്റ് എനിക്ക് അതിൽ നിന്ന് കിട്ടണ്ടേ? അതാണ് ഏത് ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. അത് മൂന്നും അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഇങ്ങനെ ചോദിക്കും അവിടെ. The number of years over which the capital cost can be received back is called the dash. എന്നിട്ട് എഴുതാം ടാക്സ് ലൈഫ് ഓഫ് ദ മെഷീൻ. ഓപ്ഷനിൽ കൊടുക്കും ടാക്സ് ലൈഫ്, ഫിസിക്കൽ ലൈഫ്, എക്കണോമിക് ലൈഫ്. ക്ലിയർ അല്ലേ? ആ 3 സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്തതാണ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ?
പ്രവചനം. Obtainability of spares electricity. സ്പെയറുകളുടെ ലഭ്യത, ഇലക്ട്രിസിറ്റി. അടുത്തതാണ് പൊട്ടൻഷ്യാലിറ്റി ഇൻ എക്സിസ്റ്റിംഗ് സിസ്റ്റം. നിലവിലുള്ള ആ സിസ്റ്റത്തിന്റെ സാധ്യത. പൊട്ടൻഷ്യാലിറ്റി ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം. നിലവിലുള്ള ആ സിസ്റ്റത്തിന്റെ സാധ്യത. അതൊക്കെ ഫാക്ടേഴ്സിൽ വരുന്നതാണ് കേട്ടോ. അടുത്തതാണ് എക്കണോമിക് സർവേ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റിന്റെ ആ നിക്ഷേപത്തിന്റെ സാമ്പത്തിക സർവേ, എക്കണോമിക് സർവേ. അടുത്തതാണ് കോസ്റ്റ് കൺസിഡറേഷൻ. കോസ്റ്റ് അത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനിഷ്യൽ കോസ്റ്റ്, പർച്ചേസ് കോസ്റ്റ്, ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, ബ്രേക്ക് ഡൗൺ കോസ്റ്റ്. അടുത്തത് കോസ്റ്റും കൂടി അതൊരു ഫാക്ടേഴ്സിൽ വരുന്നതാണ്. കോസ്റ്റ് കൺസിഡറേഷൻ. ആദ്യം നമ്മൾ ചെലവാക്കുന്ന ഇനിഷ്യൽ കോസ്റ്റ്, ഇനി പർച്ചേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോസ്റ്റ്, ഇൻസ്റ്റോൾ ചെയ്യാനുള്ള കോസ്റ്റ്, അടുത്തത് എക്യുപ്മെന്റ്സ് തകരാറിലാകുമ്പോൾ, ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ്. അപ്പൊ നിങ്ങൾ അതിൽ എയും ബിയും സിയും അണ്ടർലൈൻ ചെയ്തെടുത്താൽ മതി. ഓക്കെ. ഇനി അടുത്തതാണ് പർച്ചേസിംഗ് ഓഫ് ഓൾഡ് എക്യുപ്മെന്റ്. ഒരു പഴയ ഒരു എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഡോണ്ട് വാണ്ട് ടു ഷോർട്ടേജ് ഓഫ് മണി. എപ്പോഴാണ് നമ്മൾ പഴയത് വാങ്ങുന്നേ? എപ്പോഴാണ് നമ്മൾ സാധനം പഴയത് വാങ്ങുന്നേ? എക്യുപ്മെന്റ്സ് ആവട്ടെ, എന്ത് സാധനമാണെങ്കിലും നമ്മൾ സെക്കൻഡ് ഹാൻഡില് അല്ലെങ്കിൽ നമ്മൾ പഴയത് വാങ്ങണത് എന്ത് വരുമ്പോഴാ? എന്ത് മൂല? മോർണിംഗ് ടു ഷോർട്ടേജ് ഓഫ് മണിയുടെ ഷോർട്ടേജ് മൂലല്ലേ? ഇഷ്ടംപോലെ കാശ് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പഴയത് വാങ്ങാൻ പോകും. നമുക്ക് പൈസക്ക് ഷോർട്ടേജ് വരുമ്പോൾ നമ്മള് എന്ത് ചെയ്യും? ഓൾഡ് എക്യുപ്മെന്റ്സ് വാങ്ങും. യൂസ് ദ എക്യുപ്മെന്റ് ആസ് ആൻ എക്സ്പെരിമെന്റ്. ഒരു പരീക്ഷണാടിസ്ഥാനമായിട്ട് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പറ്റുക. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ മക്കള് എന്താ ടൂ വീലർ ഇപ്പൊ പഠിക്കാൻ പോവാ. നിങ്ങൾ ആദ്യം തന്നെ ഒരു പുതിയ വണ്ടി മേടിച്ചു കൊടുക്കുവോ ഓടിച്ചു പഠിക്കാനായിട്ട്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ആൾക്കടയിൽ സെക്കൻഡ് ഹാൻഡ് കിട്ടുമോ നോക്കും അല്ലെ? അങ്ങനെ പഴയത് കിട്ടുകയാണെങ്കിൽ ആ പഴയത് അവർക്ക് കൊടുക്കും. അത് ഉപയോഗിച്ച് അവർക്ക് അത് ഓടിച്ചു പഠിക്കാൻ. അതിനുശേഷം നമുക്ക് ഒരെണ്ണം പുതിയത് വാങ്ങിച്ചു കൊടുക്കാം. അപ്പൊ അതാണ് അവിടെ എക്സ്പെരിമെന്റ് എന്നുള്ള ഒരു ഇത് പറഞ്ഞേക്കുന്നത്. യൂസ് ദ എക്യുപ്മെന്റ് ആസ് ആൻ എക്സ്പെരിമെന്റ്. പരീക്ഷണാടിസ്ഥാനത്തിന് ഉപയോഗിക്കാൻ. അതായത് എന്താ? നമുക്ക് പഴയത് നമ്മള് വാങ്ങുന്നത് എപ്പോഴാണ് നമ്മളോട് ചോദിച്ചേക്കണേ? ഒന്നില്ലെങ്കിൽ പൈസക്ക് ഷോർട്ടേജ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ്സ് ഒരു എക്സ്പെരിമെന്റ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അല്ലെ? അപ്പൊ രണ്ട് ഇതാ പറഞ്ഞേക്കണേ കേട്ടോ. ഫോർ മെയിൻ സോഴ്സ് ഓഫ് പർച്ചേസിംഗ് ആൻഡ് ഓൾഡ് എക്യുപ്മെന്റ്. ഒരു പഴയ എക്യുപ്മെന്റ്സ്, ഓൾഡ് എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ലഭിക്കുന്ന സോഴ്സുകൾ ഏതൊക്കെയാണ്? എവിടെ നിന്നൊക്കെ നമുക്ക് ഈ ഓൾഡ് എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യാം? എവിടെ നിന്നൊക്കെ ഓൾഡ് എക്യുപ്മെന്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാം? എവിടെ നിന്നൊക്കെയാ? ഡയറക്ട്ലി ബൈങ് ഫ്രം ദ ഓണർ. ഓണറിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ പാടില്ലേ? ഓണറിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ പാടില്ലേ? അനുമോക്കടെ കയ്യിൽ ഒരു സ്കൂട്ടി ഉണ്ടെന്ന് പറഞ്ഞു, എനിക്ക് പുറത്ത് വാങ്ങണം, എനിക്ക് പുതിയത് വാങ്ങാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ ഞാൻ അനുമോളോട് ചോദിക്കും എന്ന്. അപ്പൊ എനിക്ക് നേരിട്ട് വേറെ ആരും അവിടെ ഇടനിലും കാരണം ഒന്നുമില്ല. ഡയറക്റ്റ് ഞാൻ അനുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു അല്ലേ? അനുമോളുടെ കയ്യിൽ നിന്ന് നേരെ ഞാൻ വാങ്ങുകയാണ്. ഡയറക്ട്ലി ബൈങ് ഫ്രം ദ ഓണർ. ഓണറിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നു. അഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് വി ക്യാൻ സീ ദ വർക്കിംഗ് ഓഫ് ദ പർട്ടിക്കുലർ എക്യുപ്മെന്റ്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ? നമ്മുടെ ഓണറിൽ നിന്ന് നേരിട്ട് എക്യുപ്മെന്റ്സ് വാങ്ങുമ്പോൾ നമുക്ക് അതിന്റെ ആ പർട്ടിക്കുലർ എക്യുപ്മെന്റിന്റെ വർക്കിംഗ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഞാനിപ്പോ അനുവിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് എനിക്ക് ആ സ്കൂട്ടി കാണാം, അതിന്റെ വർക്കിംഗ് കാര്യങ്ങൾ നേരിട്ട് അനുമായിട്ട് ഞാൻ ഡീലിംഗ് ചെയ്യുമ്പോൾ എനിക്കത് എന്താ പറയാ, നേരിട്ട് ആ വർക്കിംഗ് കാര്യങ്ങൾ കാണാൻ പറ്റും. ഓൾസോ അബൌട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് ഫാസ്റ്റ് യൂസേജ് ഓഫ് കൺസേൺഡ് എക്യുപ്മെന്റ്. പിന്നെ ആ എക്യുപ്മെന്റ്സിന്റെ ഫാസ്റ്റ് യൂസേജ് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിലും എനിക്ക് കിട്ടും. And also details of the fast usage of the concerned equipment. ആ ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സുമായി സംബന്ധിച്ചുള്ള ഫാസ്റ്റ് ഡീറ്റെയിൽ കിട്ടും. നിങ്ങൾ അതാ ജസ്റ്റ് ഇത് നോക്കിയാൽ മതി. അവിടെ നിന്നൊക്കെ നമുക്ക് ഒരു ഓൾഡ് എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാം. അണ്ടർലൈൻ ചെയ്തിടുന്നുണ്ട് അവിടെ. ഫോർ മെയിൻ സോഴ്സ് ഓഫ് പർച്ചേസിംഗ് ആൻഡ് ഓൾഡ് എക്യുപ്മെന്റ്. അപ്പൊ ഒന്നാമത്തെ എവിടെന്നാ? ഓണറിൽ നിന്ന് നേരിട്ട് വാങ്ങാം. രണ്ടാമത്തെ യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ് ഡീലേഴ്സിൽ നിന്ന് വാങ്ങാം. ഉപയോഗിച്ച ഓൾഡ് എക്യുപ്മെന്റ് ഡീലർമാരിൽ നിന്ന് നമുക്ക് വാങ്ങാം. വാറന്റി ഫോർ ഷോർട്ട് പീരീഡ്. വാറന്റി കുറച്ച് പീരീഡിലൊക്കെ, ഷോർട്ട് പീരീഡിലേക്കേ ഉള്ളൂ. ടു ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ് റിസീവ്ഡ് ഫ്രം ദം.
രണ്ട് തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആണ് അവിടെ റിസീവ് ചെയ്യുന്നത്. റീബിൽറ്റ് ഓർ റീകണ്ടീഷണൽ എക്യുപ്മെന്റ്സ്, പുനർനിർമ്മിച്ചതും പുനഃസ്ഥാപിച്ചതുമായിട്ടുള്ള എക്യുപ്മെന്റ്സ്. റീബിൽറ്റ് ചെയ്തത്, പുനർനിർമ്മിച്ച, പുനഃസ്ഥാപിച്ച, കണ്ടീഷൻഡ് എക്യുപ്മെന്റ്. ഷോർട്ട് പീരീഡിലേക്കുള്ളൂ വാറണ്ടി. അടുത്തത് ബ്രോക്കർമാരിൽ നിന്ന് വാങ്ങാം, ബ്രോക്കേഴ്സിൽ നിന്ന് വാങ്ങാം. നാലാമത്തെയാണ് ഓപ്ഷണറീസ്. ഓപ്ഷണറീസ് എന്ന് പറഞ്ഞാൽ ലേലക്കാരിൽ നിന്ന് വാങ്ങാം. ഓപ്ഷണറീസ്, ലേലക്കാർ. ഫോർ സോഴ്സ് ഏതൊക്കെയാ? പിന്നെ ആ ഹെഡിങ് മാത്രം നോക്കിയാൽ മതി. ഡയറക്ട്ലി ബൈയിങ് ഫ്രം ദ ഓണർ, ഓണറിൽ നിന്ന് വാങ്ങാം. യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ്, ഡീലർമാരിൽ നിന്ന് വാങ്ങാം. ബ്രോക്കേഴ്സിൽ നിന്ന് വാങ്ങാം. ഓപ്ഷണറീസ്, ലേലക്കാരിൽ നിന്നും വാങ്ങാം. ക്ലിയർ ആയോ? അല്ലേ? 4 പോയിന്റും അണ്ടർലൈൻ ചെയ്തിട്ടേക്ക് അവിടെ. സോഴ്സ്, ഫോർ മെയിൻ സോഴ്സ് ഫോർ പർച്ചേസിംഗ് ഓൾഡ് എക്യുപ്മെന്റ്. നെക്സ്റ്റ് ആണ് ഡിസഡ്വാൻറ്റേജ്. എന്തൊക്കെയാണ് നോക്കിയേ? ഡിസഡ്വാൻറ്റേജ് ഇൻ ബൈയിങ് ആ ഓൾഡ് എക്യുപ്മെന്റ്. ഒരു ഓൾഡ് എക്യുപ്മെന്റ് നമ്മൾ വാങ്ങുമ്പോഴുള്ള ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? Okay, economic life period of particular equipment cannot be ascertained. Ascertained എന്ന് വെച്ചാൽ തിട്ടപ്പെടുത്താൻ പറ്റില്ല. എക്കണോമിക് ലൈഫ് പീരീഡ് നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റുമോ? ഇത്ര വർഷം എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? നമ്മള് സെക്കൻഡ് ഹാൻഡ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങുമ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും അല്ലേ? നമ്മൾ കറക്റ്റ് ആയിട്ട് പുതിയത് വാങ്ങണേന്ന് അത്രയും പറയാൻ പറ്റുമോ നമുക്ക്? 5 വർഷം ഉപയോഗിക്കാം, ഉറപ്പായിട്ട് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റൂല. അതാണ് നമുക്ക് ആ എക്കണോമിക് ലൈഫ് പീരീഡ് നമുക്ക് അവിടെ തിട്ടപ്പെടുത്താൻ പറ്റില്ല. ആഫ്റ്റർ സെയിൽ സർവീസ്, ഇനി സെയിൽ സർവീസ് ഉണ്ടോ? അതിനുശേഷം നമുക്ക് സർവീസ്, അത് നമ്മൾ വാങ്ങിച്ചു അതിനുശേഷം സർവീസ് ഉണ്ടോ? എന്നാൽ പുതിയതാണെങ്കിൽ നമുക്ക് ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ട്. വാങ്ങിയതിനു ശേഷം എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഇത്ര വർഷത്തേക്ക് അവരത് നമ്മള് വാറണ്ടി ഇതൊക്കെ ഇല്ലേ, അപ്പൊ അത് ശരിയാക്കി തരും. പക്ഷെ ഇത് പഴയത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് എന്താണ് അടുത്തൊരു ഡിസഡ്വാൻറ്റേജ്? നോ ആഫ്റ്റർ സെയിൽ സർവീസ്, സെയിൽ സർവീസ് ഇല്ല. മെയിൻ്റനൻസ് ചാർജ് ഹൈ, അതും ശരിയല്ലേ? മെയിൻ്റനൻസ് ഇനി അത് പെട്ടെന്ന് എന്തെങ്കിലും ചീത്തയായി പോയി അത് മെയിൻ്റനൻസ് ചെയ്യണം, ചാർജ് കൂടുതലാകും. പുതിയത് വാങ്ങാക്കണേക്കായി കൂടുതലാവില്ലേ പഴയതില് മെയിൻ്റനൻസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ? ശരിയല്ലേ? 3 ഡിസഡ്വാൻറ്റേജ്. ഒരു ഓൾഡ് എക്യുപ്മെന്റ് നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ ദോഷങ്ങൾ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് അതിനകത്ത് പറയുന്നത്? ഒന്നാമത്തെ എക്കണോമിക് ലൈഫ് നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല. രണ്ടാമത്തെ സെയിൽ സർവീസ് ഇല്ല, നോ ആഫ്റ്റർ സെയിൽ സർവീസ്. പിന്നെ അടുത്തത് മെയിൻ്റനൻസ് ചാർജ് ഹൈ ആണ്. അത് 3 അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഓക്കെ, കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അണ്ടർലൈൻ ചെയ്തതാണ്. അടുത്തതാണ് ലീസിംഗ്. ലീസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് വാടകയ്ക്ക് അല്ലെങ്കിൽ പാട്ടത്തിനെടുക്കാം. ലീസിംഗ്, ലീസിംഗ് ഓഫ് ആ equipment. Leasing is a process by which right to handle an equipment change. Equipments കൈകാര്യം ചെയ്യാനുള്ള ആ അവകാശം, റൈറ്റ് ടു ഹാൻഡിൽ ആൻ എക്യുപ്മെന്റ് ചേഞ്ച്, എക്യുപ്മെന്റ്സ് കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു അവകാശം മാറുന്നു. ഓണർഷിപ്പ് ഡസൻറ് ചേഞ്ച്, എന്നാൽ ഉടമസ്ഥാവകാശം, ഓണർഷിപ്പ് മാറുന്നില്ല. അതാണ് ലീസിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാടകയ്ക്ക് എടുക്കാറുണ്ടോ? എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാടകയ്ക്ക് എടുക്കാറുണ്ടോ? നമുക്ക് ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല. എല്ലാ മാരേജ് ഫംഗ്ഷൻസ്, എല്ലാ ഫംഗ്ഷൻസും നമ്മള് ഓർഡർ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് വീട്ടിൽ ചെയ്യേണ്ട സാധനങ്ങൾ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വീട്ടിൽ തന്നെ എല്ലാ ബുക്കിംഗ് കാര്യങ്ങൾ ചെയ്യണേ. അപ്പൊ വലിയ വലിയ സാധനങ്ങളൊക്കെ നമ്മൾ വാടകയ്ക്ക് എടുക്കുകയല്ലേ ചെയ്യാം അല്ലേ? വാടകയ്ക്ക് എടുക്കും. അല്ലാതെ എല്ലാ സാധനങ്ങളും ഒരു സദ്യ വിൽക്കണതിന്റെ ഇപ്പൊ എല്ലാ വലിയ വലിയ ഉരുളി, ചെമ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിലുണ്ടോ? ഇല്ല. നമ്മളത് എന്ത് ചെയ്യും? നമ്മൾ വാടകയ്ക്ക് എടുക്കും. ലീസിങ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പണിയോ കാര്യങ്ങളോ ഒക്കെ വരികയാണ്, നമ്മള് എന്തെങ്കിലും മെഷീൻസ് വേണമെങ്കിൽ നമ്മളത് നമ്മൾ വാടകയ്ക്ക് എടുക്കാറില്ലേ? ഇല്ലേ? എല്ലാവരും ഇപ്പൊ നമ്മുടെ വീട്ടിലുണ്ടായിട്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ എന്താണ് ആ ലീസിംഗ് എന്ന് പറയാൻ? എന്താണ്? ഒരു എക്യുപ്മെന്റ് കൈകാര്യം ചെയ്യാനുള്ള അവകാശം മാറുന്നു, പക്ഷേ അവിടെ ഓണർഷിപ്പ് മാറുന്നില്ല.
മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ട് പറയണേ. അതായത് ഒരു എക്യുപ്മെന്റ് കൈകാര്യം ചെയ്യാനുള്ള അവകാശം മാറുന്നു, പക്ഷെ ഓണർഷിപ്പ് മാറുന്നില്ല. ഇപ്പൊ എനിക്ക് എന്താണ് എന്തെങ്കിലും എന്റെ വീട്ടിലൊരു മാരേജ് ഫംഗ്ഷൻ വരികയാണ്. അപ്പൊ ഈ നമ്മുടെ സുമാദേവി ഡ്രസ് ഓക്കെ, ഡ്രസ് ആണെങ്കിൽ ഡ്രസ്. ഇപ്പൊ നമുക്ക് മാരേജ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മള് ഇതൊക്കെ ഡ്രസ്സുകൾ നമുക്ക് കോട്ട് സംഭവങ്ങളൊക്കെ നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ലാതെ ഇഷ്ടം പോലെ കിട്ടും. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആ സാധനം നമ്മൾ ഇത്ര രൂപ അത് ഇത്ര ദിവസത്തേക്ക് നമ്മളത് വാടകയ്ക്ക് എടുക്കുക. പക്ഷെ അതിന്റെ ഓണർ ആരാണ്? ആ കട നടത്തുന്ന അവര് തന്നെ ഓണർ. അത് മാറുന്നില്ല. ഇപ്പൊ ഞാനതാ പറഞ്ഞു, ഇപ്പൊ എന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയാണ്. ഈ സുമാദേവിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങള് കാറ്ററിംഗിന് അങ്ങനെയുള്ളതാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ റെന്റിന് കൊടുക്കുന്നുണ്ട്. പുള്ളിക്കാരുടെ ടൈമിൽ ഞാൻ എന്തെങ്കിലും ഒരു ഗ്രൈൻഡർ ഞാൻ മേടിച്ചു എന്ന് വിചാരിക്കാം, എന്തെങ്കിലും ഇത് മേടിച്ചു. അപ്പൊ അത് ഇത്ര ദിവസത്തേക്ക് ഞാനത് വാടകയ്ക്ക് എടുക്കുക. പക്ഷെ അതിന്റെ ഓണർ മാറുണ്ടോ? അവിടെ ഓണർ മാറുണ്ടോ? സുമയുടെ കയ്യിൽ ഞാൻ വാങ്ങി, അതിന്റെ ഓണർ സുമാക്കിയ. പക്ഷെ ഇപ്പൊ ഒരാഴ്ചത്തേക്ക് ഞാൻ എടുക്കണമെങ്കിൽ ആ 7 ദിവസത്തേക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള അധികാരം എനിക്ക് തന്നെയല്ലേ. ആ സാധനം ഓണർ ഒരിക്കലും മാറുന്നില്ല, ഓണർ അയാള് തന്നെയാണ്. പക്ഷെ എന്താണ്, അത് എക്യുപ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യാൻ ആ 7 ദിവസത്തേക്ക് അത് ഞാൻ വാടകയ്ക്ക് എടുത്തേക്കാണ്. അപ്പൊ അതിന്റെ കൈകാര്യം ചെയ്യാനുള്ള അധികാരം എനിക്ക് തന്നെയല്ലേ. ക്ലിയർ ആയില്ലേ? അണ്ടർലൈൻ ചെയ്തോട്ടെ, ചോദിക്കാറുണ്ട്. Dash is the process by which right to handle an equipment change but the ownership is changed. എന്നാൽ അവിടെ ഉടമസ്ഥാവകാശം മാറുന്നില്ല, എക്യുപ്മെന്റ്സ് കൈകാര്യം ചെയ്യാനുള്ള അധികാരം അത് മാറുന്നു. ഇനി രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. It is between lessor and lessee. അത് ലെസോ എന്നാണ് വായിക്കണേ. സൈലന്റ് ആണ്. ലെസോ എന്നാ പറയുന്നത്. ലെസോ അതാരാ? ലെസോ എന്ന് പറഞ്ഞ ആരാണ്? പാട്ടക്കാരൻ. എന്താ? പേഴ്സൺ ഹു ഗീവ്സ് ദ എക്യുപ്മെന്റ് ഫോർ ലീസ്. ലീസിന് കൊടുക്കുന്ന വ്യക്തി, എക്യുപ്മെന്റ് ലീസിന് കൊടുക്കുന്ന വ്യക്തിയെയാണ് ലെസോ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ദ പേഴ്സൺ ഹു ഗീവ്സ് ദ എക്യുപ്മെന്റ് ഫോർ ലീസ് ഈസ് കോൾഡ് ഡാഷ്. എന്താ പറയുന്നത്? ലെസോ. അണ്ടർലൈൻ ചെയ്തേ. ലെസോ പാട്ടത്തിന് കൊടുക്കുന്ന ആള്. ഇപ്പൊ ഇവിടെ ആര് ലെസോ? ഞാനാണോ സുമയാണോ? ആർക്കിടെ എന്നാ ഞാൻ വാങ്ങിച്ചേ? ആരാണ് ലെസോ? ആരാന്ന് പറഞ്ഞത്? സുമയുടെ കയ്യിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അല്ലെങ്കിൽ എനിക്ക് ആ എക്യുപ്മെന്റ് തന്ന ആളാരാണ്? സുമയാണ്. ലെസോ ആരവിടെ? അപ്പൊ സുമ. എക്യുപ്മെന്റ് എനിക്ക് തന്ന ആളാണ്, പാട്ടത്തിന് തന്ന ആള്, പാട്ടക്കാരൻ. ലെസോ എ പേഴ്സൺ ഹു ഗീവ്സ് ദ എക്യുപ്മെന്റ് ഫോർ ലീസ്. ഇനി അടുത്തതാണ് ലെസി. ലെസി എന്ന് പറഞ്ഞ ആളാണ് പർട്ടിക്കുലർ എക്യുപ്മെന്റ്. ആ എക്യുപ്മെന്റ് അക്വയർ ചെയ്ത ആള്, വാങ്ങിയ ആള്, അത് അദ്ദേഹമാണ് ആര്? ലെസി. ഇവിടെ ആരാണ് വാങ്ങിയത്? ആരാ വാങ്ങിയേ? ഞാനല്ലേ. അപ്പൊ ഞാനല്ലേ ലെസി. ലെസി എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഹു അക്വയർ പർട്ടിക്കുലർ എക്യുപ്മെന്റ്. ആ പർട്ടിക്കുലർ എക്യുപ്മെന്റ് അക്വയർ ചെയ്ത ആളാണ് ആര്? ലെസി. ആ രണ്ട് ടേംസും നിങ്ങൾ നോക്കി വെക്കുക. മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. ലീസിംഗ് എന്താണ്? ലെസോ ആരാണ്? ലെസി ആരാണ്? ഇനി നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന ആർക്കെങ്കിലും മനസ്സിലാവാത്ത എന്താണ് തോന്നും? ക്ലിയർ അല്ലേ? എക്സാം പറഞ്ഞപ്പോ പേഴ്സൺ ഹു ഗീവ്സ് എക്യുപ്മെന്റ് നൽകുന്ന ആള്, കൊടുക്കുന്ന ആളാണ് ലെസോ. ഇനി അത് വാങ്ങുന്ന ആള്, എക്യുപ്മെന്റ് വാങ്ങുന്ന ആളാണ് ലെസി എന്ന് പറയുന്നത്. ആ ബ്രാക്കറ്റിലുള്ളത് കൂടി നിങ്ങൾ അവിടെ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം. അതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് കേട്ടോ. An equipment and a person who gives the equipment for lease is called a dash. എന്താ പറയാ? ലെസോ. A person who acquires a particular equipment is the. ഇനി അടുത്ത് നോക്കിയേ. Leasing is done
due to the lack of fund. അപ്പൊ എപ്പോഴും ലീസിംഗ് എപ്പോഴാണ് നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പാട്ടത്തിന് എടുക്കുന്നത് എപ്പോഴാ? ഫണ്ടിന്റെ കുറവ് കൊണ്ട്. നമുക്ക് ഇഷ്ടം പോലെ പുതിയത് വാങ്ങാനായിട്ട് പൈസ ഉണ്ടെങ്കിൽ പിന്നെ ഞാനത് പാട്ടത്തിന് എടുക്കാൻ പോകണ്ടോ, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ലീസിംഗ് ഈസ് ഡൺ due to the lack of fund. അടുത്ത നോക്കിയാൽ for doing an experiment, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ടെസ്റ്റ് റൺ as per the duration for which the equipment is needed. Then to avoid the huge lead time for temporary adjustment. പിന്നെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്ന? as per the duration for which the equipment is needed. ഡ്യൂറേഷൻ അനുസരിച്ച് എക്യുപ്മെന്റിന്റെ ആവശ്യം അതിനുള്ള ആ ഡ്യൂറേഷൻ അനുസരിച്ച് to avoid the huge lead time for temporary adjustment. ഇനി താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്ന ആ ലീഡ് ടൈം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾക്ക് ഉണ്ട്. അപ്പൊ അതിങ്ങനെ കേടായിക്കൊണ്ടിരിക്കുക. നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്, താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് നടത്തേണ്ട ആവശ്യമില്ല. നമ്മളതിപ്പോ നമ്മുടെ എക്യുപ്മെന്റ്സ് ഉണ്ട്, അത് ലീസിങ്ങിന് അങ്ങനെ ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് നടത്തി അതിനു വേണ്ടി എടുക്കുന്ന ടൈം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത് നോക്കിയേ, ഓർ when the capital equipment is available only on lease. ഇനി capital equipment എന്ന് പറഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സ് ആണ് അല്ലെ. ആ capital equipment is available only on lease. ലീസിന് മാത്രം അവൈലബിൾ ആകുമ്പോൾ. When the capital equipment is available only on lease. capital equipment ലീസിന് മാത്രം അവൈലബിൾ ആകുമ്പോൾ ഇതൊക്കെയാണ് ലീസിംഗ് നമ്മൾ നടത്തുന്നത്. അതൊന്ന് നോട്ട് ചെയ്തോട്ടോ. ലീസിംഗ് ഈസ് ഡൺ ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഫണ്ട് ഫോർ ഡൂയിങ് എക്സ്പെരിമെന്റ്സ് as per the duration for which the equipment is needed. Then അടുത്തത് to avoid the huge lead time for temporary adjustment. So what when the capital equipment is available only on lease. ലീസിന് മാത്രം അത് അവൈലബിൾ ആകുമ്പോൾ ഒക്കെ ലീസിംഗ് നടത്തും. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി അത്. ഇനി അടുത്തതാണ് അഡ്വാൻറ്റേജ്. എന്തൊക്കെയാണ് ഒരു ലീസിംഗിന്റെ അഡ്വാൻറ്റേജ്? നോക്കിയേ, സ്മോൾ ഇനിഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്. ഒരു ചെറിയൊരു ഔട്ട്ലേ നമ്മൾ മുടക്ക് മുതൽ ഔട്ട്ലേ, സ്മോൾ ഇനിഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്. ഒരു ചെറിയ ഒരു മുടക്ക് മുതൽ ആവശ്യമാണ് അല്ലെ. നമ്മളൊരു സാധനം വാടകയ്ക്ക് നമ്മൾ കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ അത് വാങ്ങണം. അത് വാങ്ങാൻ നമുക്കൊരു ഇനിഷ്യൽ ഔട്ട്ലേ അല്ലെ, ആ ഒരു ചെറിയൊരു മുടക്ക് മുതൽ വേണ്ടേ? ഇപ്പൊ സുമ എക്യുപ്മെന്റ്സ് ഒരെണ്ണം സ്വന്തമായിട്ട് വാങ്ങിച്ചാലാണ് അത് മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് സ്വന്തമായിട്ട് വാങ്ങുമ്പോൾ ഒരു ചെറിയ മുടക്ക് മുതൽ വേണം. പിന്നെ ഇങ്ങനെ നമ്മൾ ലീസിങ്ങിന് കൊടുക്കുമ്പോൾ ഇഷ്ടംപോലെ പൈസ കിട്ടും. ആ എക്യുപ്മെന്റ്സിന് തന്നെ ഇഷ്ടംപോലെ പൈസ കിട്ടും. എന്നാലും നമ്മളത് നമ്മൾ ആ ലീസിങ്ങിന് കൊടുക്കാൻ അത് നമ്മൾ ആദ്യം വാങ്ങണ്ടേ. അത് വാങ്ങുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഔട്ട്ലേ, അതായത് മുടക്ക് മുതൽ ആവശ്യമാണ്. ഇനി റിസ്ക് ഓഫ് ഒബ്സോളൻസ് ഈസ് ലെസ് ദാൻ. ഒബ്സോളൻസ് എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെട്ട്, ഒബ്സോളൻസ് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അണ്ടർലൈൻ ചെയ്യും. റിസ്ക് ഓഫ് ഒബ്സോളൻസ് ഈസ് ലെസ് ദാൻ. ഇനി കാലഹരണപ്പെട്ടു പോകാനുള്ള സാധ്യത, ആ സാധ്യത കുറവാണ്. സുമയുടെ ഒരു എക്യുപ്മെന്റ് ഉണ്ട്, ആ എക്യുപ്മെന്റ് സുമ ആർക്കും കൊടുക്കാതെ അങ്ങനെ വെച്ചേക്കുക, ഉപയോഗിക്കാതെ അങ്ങനെ ഇരിക്കുമ്പോ അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയില്ലേ അല്ലേ? അത് ഉപയോഗിക്കാതെ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം നമ്മളത് ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ അത് പെട്ടെന്ന് അത് ചീത്തയാകാനും സാധ്യതയില്ലേ? എന്നാൽ നമ്മൾ അതിന്റെ പാട്ടത്തിന് കൊടുക്കുകയാണ്, ലീസിങ്ങിന് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ വേറെ ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ അത് ചീത്തയാവൂല. പ്രത്യേകിച്ച് മെഷീൻസ് സാധനങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളത് വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ അത് ചീത്തയാവും. അപ്പൊ അങ്ങനെ കാലഘട്ടപ്പെട്ട് പോകാനുള്ള സാധ്യത കുറയ്ക്കുന്നു. Maintenance can be done by both the lessor and lessee. ഇത് മെയിൻ്റെനൻസ് ആർക്ക് നടത്താം? ലെസോയ്ക്കും ലെസ്സിക്കും നടത്താം, രണ്ടുപേർക്കും നടത്താം. ഇപ്പൊ ഞാൻ ആ സാധനം വാടകയ്ക്ക് കൊണ്ടുവന്നു, എന്റെ അടുത്തിരുന്ന ഒരു എന്തെങ്കിലും കേട്ടാവുകയാണെങ്കിൽ ഞാനത് എന്ത് ചെയ്യാം? എനിക്കത് മെയിൻ്റെനൻസ് ചെയ്യാം. പിന്നെ അവിടെ സാധനം നോക്കണ്ട, ഞാനത് ഒരാഴ്ചത്തേക്ക് ഞാൻ എടുത്തു. അപ്പൊ ഒരാഴ്ചത്തേക്ക് അതിന്റെ അവകാശം ഞാൻ തന്നെയാണ്. അപ്പൊ എന്തെങ്കിലും ചീത്തയാവുകയാണെങ്കിൽ മെയിൻ്റെനൻസ് നമുക്ക് രണ്ടുപേർക്കും, ലെസോയ്ക്കും ലെസ്സിക്കും ചെയ്യാം. ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ് ഈസ് ലെസ്സൻഡ്. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ സംഭരണം.
ഉപകരണങ്ങളുടെ ആ സംഭരണത്തിന്റെ ലീഡ് ടൈം കുറയ്ക്കുന്നു. അത് ഒന്ന് നോക്കി വെച്ചു. ഒരു ചെറിയൊരു അത്യാവശ്യമാണ്. കാലഹരണപ്പെട്ടു പോകാനുള്ള സാധ്യത അവിടെ കുറയുന്നു. മെയിൻ്റനൻസ് ലെസിക്കും ലെസോയ്ക്കും ചെയ്യാം, രണ്ടുപേർക്കും ചെയ്യാം. പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ് ലീഡ് ടൈം ഈസ് ലെസൺ. ലീഡ് ടൈം ഉപകരണങ്ങളുടെ സംഭരണത്തിനായി എടുക്കുന്ന ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഉപകരണങ്ങളുടെ സംഭരണത്തിനായിട്ട് എടുക്കുന്ന ആ ടൈം കുറയ്ക്കാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് ഓഫ് ലേസിംഗ്, അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണത് ഏതാണ്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് രീതിയിൽ ചോദിക്കാം കേട്ടോ. ഇനി അടുത്തതാണ് ഔട്ട്ലേ എന്ന് പറയുന്നത്. ഔട്ട്ലേ എന്താ? an amount of money spent on എന്തിനെങ്കിലും വേണ്ടി നമ്മൾ ചെലവാക്കുന്ന പൈസ, അതാണ് ഔട്ട്ലേ. അണ്ടർലൈൻ ചെയ്തത് an amount of money spent on something. എന്തിനെങ്കിലും വേണ്ടി ചെലവാക്കുന്ന പൈസ, ഇതിനാണ് ഔട്ട്ലേ. മുടക്ക് മുതൽ, ചിലവ് എന്നൊക്കെ പറയും. അത് അണ്ടർലൈൻ ചെയ്തോ? ആ സെന്റൻസ് അങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. an amount of money spent on something is called dash. എന്തിനെങ്കിലും വേണ്ടി ചെലവാക്കുന്ന തുക, അതായത് നമ്മുടെ ഒരു ഇനിഷ്യൽ ഇതിനു വേണ്ടി കൊടുക്കൂലേ, അതാണ് മുടക്ക് മുതൽ അല്ലെങ്കിൽ ചിലവ് എന്നൊക്കെ പറയാം. അടുത്തതാണ് ഒബ്സോളൻസ്. ഒബ്സോളൻസ് എന്താ? കാലഹരണപ്പെടുക. കാലഹരണപ്പെടുക. The process of becoming outdated or old-fashioned and no longer used. കാലഹരണപ്പെട്ടതോ അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് അല്ലെ, ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഡേറ്റ് കഴിഞ്ഞാൽ ഇതിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാലഹരണപ്പെട്ടതോ അല്ലെങ്കിൽ പഴയതോ ആയ എക്യുപ്മെന്റ്സ് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ, അതാണ് ഒബ്സോളൻസ് എന്ന് പറഞ്ഞ. കാലഹരണപ്പെടുക, നമുക്ക് അതിനി ഉപയോഗിക്കാൻ പറ്റില്ല. Obsolescence, the process of becoming outdated or old-fashioned and longer used. കാലഹരണപ്പെട്ടതോ പഴയതോ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത, അതാണ് ഇത് ഒബ്സോളൻസ്. കാലഹരണപ്പെട്ടു പോവുക കേട്ടിട്ടില്ലേ? അത് നശിച്ചു പോകുക, പിന്നെ നമുക്കൊന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അത് നമ്മളെല്ലാം ആക്രിയില് അങ്ങനെ എന്തെങ്കിലും ഇതിനകത്തേക്ക് അതൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ, ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഒബ്സോളൻസ്. കാലഹരണപ്പെടുക കേട്ടിട്ടുണ്ടോ? വേട് കാലഹരണപ്പെടുക, നശിച്ചു പോയി, പിന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. രണ്ട് കാര്യങ്ങളും അതിൽ നോട്ട് ചെയ്തിടണം. ഔട്ട്ലേ എന്താണ്? an amount of money spent on something. എന്തിനെങ്കിലും വേണ്ടി നമ്മൾ ചെലവാക്കുന്ന പൈസയാണ് ഔട്ട്ലേ. ഒബ്സോളൻസ് എന്ന് പറഞ്ഞ എന്താണ്? the process of becoming outdated or old-fashioned and no longer used. അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത പ്രക്രിയ. നമ്മൾ അഡ്വാൻറ്റേജ് പറഞ്ഞു, അമ്മോളുള്ള നമ്മൾ പറഞ്ഞല്ലോ, ചെറിയൊരു മുടക്ക് മുതൽ ആവശ്യമാണ്, കാലഹരണപ്പെട്ടു പോകാനുള്ള സാധ്യത പറയുന്നു, മെയിൻ്റനൻസ് ഫിസിക്കും ചെയ്യാം, പിന്നെ ഈ എക്യുപ്മെന്റിന്റെ സംഭരണത്തിനായി എടുക്കുന്ന ലീഡ് ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി ഡിസഡ്വാൻറ്റേജ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ലീസിംഗിന്റെ ഡിസഡ്വാൻറ്റേജ്? ലീസിംഗ് ലെസ്സോ, ഇതിന്റെ ടെക്സ്റ്റ് ഒന്ന് നോക്കി. ലെസ്സോ എന്നാണ്, LESSOR ആണ്, ലെസ്സോ എന്നാണ്. He is in ലെസ്സോ who control the equipment. എക്യുപ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ലെസ്സോയാണ്. ലെസ്സോ അതായത് ആ എക്യുപ്മെന്റിന്റെ ഉടമസ്ഥനാണ് ലെസ്സോ എന്ന് പറയുന്നത്. എങ്കിൽ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്ന ആളാണ് ലെസ്സോ എന്ന് പറയുന്നത്. Who controls the equipment? Lessor has the access to the equipment inspection. ഇനി ആ എക്യുപ്മെന്റ്സ് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തമാർക്കുണ്ട്, ലെസ്സോയ്ക്കുണ്ട്. ലെസ്സോ അതും ലെസ്സോ തന്നെയാണോ, LESSOR ആണ് ലെസ്സോ. Lessor has access to the equipment inspection. എക്യുപ്മെന്റ്സ് ഇൻസ്പെക്ട് ചെയ്യാനുള്ള, പരിശോധിക്കാനുള്ള, പരിശോധനയിലേക്കുള്ള പ്രവേശനം ലെസ്സോയ്ക്കുണ്ട്.
lessor has the right to seize the lease period. Seize എന്താ terminate ചെയ്യുക അല്ലെങ്കിൽ നിർത്തുക എന്നാണ് കേട്ടോ. നിർത്തുക. ലെസോയ്ക്ക് എന്തിനുള്ള അവകാശം ഉണ്ടെന്നാ പറഞ്ഞേക്കണേ? to seize the lease period. ആ ലീസ് പീരീഡ്, ആ പാട്ടത്തിന് കൊടുത്ത കാലാവധി അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്ത കാലാവധി നിർത്താനുള്ള അധികാരവും ലെസോയ്ക്കുണ്ട്. ഏഞ്ചലിന്റെ അടുത്ത് നിന്നാണ് ഞാൻ എക്യുപ്മെന്റ് മേടിച്ചത്. ഏഞ്ചൽ പോണ വഴിക്ക് ഞാനത് മര്യാദയ്ക്ക് നോക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാം? ഏഞ്ചല് ഇപ്പൊ ഒരാഴ്ചത്തേക്ക് തന്നത് ഏഞ്ചലിന് അത് ക്യാൻസൽ ചെയ്യാം. എന്റെ ഇത് ഞാൻ മേടിച്ച സാധനം അത് പ്രോപ്പറായിട്ട് സൂക്ഷിക്കാതിരിക്കുകയാണെങ്കിൽ അതിന്റെ ഓണർ എപ്പോഴും ഏഞ്ചല് തന്നെയാണ്. അപ്പൊ ഏഞ്ചലിന് ആ സീസ് പീരീഡ് നിർത്താനുള്ള അവകാശവും ആർക്കുണ്ട്? ലെസോയ്ക്കുണ്ട്. ലെസോയാണ് ശരിക്കും അതിന്റെ ഓർഡർ. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ നമ്മൾ ഒരാഴ്ചത്തേക്ക് 7 ദിവസത്തിന് എഗ്രിമെന്റിലായിരിക്കും എനിക്ക് തന്നത്. പക്ഷെ ഞാനത് മര്യാദയ്ക്ക് ഉപയോഗിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാല് ആ സീസ് പീരീഡ് നിർത്താനുള്ള അവകാശം ആർക്കുണ്ട്? ലെസോയ്ക്കുണ്ട്. ക്ലിയർ ആണോ പറയണേ? ഓക്കെ. ഏഞ്ചല് മാത്രമല്ല തമ്മിട്ടത്, ഏഞ്ചലിന്റെ പേര് മാത്രം പറഞ്ഞുകൊണ്ടാണ് ആണോ? ഞാനിപ്പോ സ്ക്രീനിൽ ജസ്റ്റ് കാണുന്ന 1-2 പേരുകളൊക്കെ വിളിക്കണമെന്നുള്ളൂ കേട്ടാ. ഞാനിപ്പോ ആരെയും പേഴ്സണൽ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ല. ഞാൻ ആരെയും കാണാൻ കൂടിയില്ല. കുറച്ച് പേരുകൾ മാത്രമേ എന്റെ മുന്നിലുള്ളൂ. ജസ്റ്റ് ഞാൻ എന്റെ ഫ്രണ്ടില് പെട്ടെന്ന് കാണുന്ന ഒരു പേര് അങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഇത് നമ്മൾ പറഞ്ഞ ആരും മറന്നാലും ഇങ്ങനെ പറയുമ്പോ നമുക്ക് ഓർമ്മ നിൽക്കും. അതുകൊണ്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ 1-2 പേർക്ക് പേര് എടുത്തെന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ. ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഡിസ്അഡ്വാൻറ്റേജ് പറഞ്ഞത് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് അതിനകത്ത് അഡ്വാൻറ്റേജ് നോക്കണം, ഔട്ട്ലേ എന്താണ്, ടോളറൻസ് എന്താണ്, ആ 2 കാര്യങ്ങളും അവിടെ നോക്കി വെക്കണം. ഇനി ആ സെന്റൻസ് വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? ലെസോ ഹാസ് ദ റൈറ്റ് ടു സീസ് ദ ലീസ് പീരീഡ്. ലീസ് പീരീഡ് നിർത്താനുള്ള അവകാശം ആർക്കുണ്ട്? ലെസോയ്ക്കുണ്ട്. ഇനി shared services are done in the case of hospital waste management or incinerator and laundry service, washing machine. അപ്പോ എന്താണ് ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ്, ലോണ്ടറി സർവീസിന്റെ കാര്യത്തിലൊക്കെ പങ്കിട്ട സേവനങ്ങളാണ് നൽകുന്നത്. ഷെയർഡ് സർവീസ് ആണ് നടത്തുന്നത്. ഇനി അവിടെ അടുത്തത് തന്നേക്കുന്നത് കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെയാണ്. ഈ പോയിന്റ്സുകൾ ഒന്നും ഇനി റെസ്പോൺസിബിലിറ്റി ആണ് 3 സെക്ഷനാക്കി തന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ആരും അത് ഭയപ്പാട്ട് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ. ഫസ്റ്റത്തെ ആണ് ഒരു ചെറിയൊരു കാര്യം കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടാട്ടോ റെസ്പോൺസിബിലിറ്റി വന്നേക്കണേ. നോക്കിയേ, സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ്. എക്യുപ്മെന്റ്സിന്റെ സെലക്ഷൻ, തെരഞ്ഞെടുപ്പും അതിന്റെ സംഭരണവും. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ സംഭരിക്കുക. സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ്സ്. എക്യുപ്മെന്റ്സിന്റെ ആ തിരഞ്ഞെടുപ്പും അതുപോലെ സംഭരണവും. സെലക്ട് അക്കോർഡിംഗ് ടു നീഡ് ഓഫ് അപ്ലിക്കേഷൻ. നമ്മൾ എക്യുപ്മെന്റ്സ് സെലക്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ആവശ്യം അനുസരിച്ച്. എല്ലാ എക്യുപ്മെന്റ്സും വേണോ? നമുക്ക് ഏത് എക്യുപ്മെന്റ് ആണ് ആവശ്യം അതനുസരിച്ചാണ് ഏത് നമ്മൾ പർച്ചേസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്, സെലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ അനുസരിച്ച്, ശുപാർശയ്ക്ക് അനുസരിച്ച് ഇന്ന യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യാണ് ഇന്ന എക്യുപ്മെന്റ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ. അതാണ് ആ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സെലക്ഷൻ എങ്ങനെയാ? അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് റെക്കമെൻഡേഷൻ. ആവശ്യം അനുസരിച്ച്, റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് സെലക്ട് ചെയ്യുന്നത്. അടുത്ത into account the effect of after sales service and spares availability. Take into account. നമ്മളത് എന്താണ് നമ്മൾ പരിഗണിക്കണമെന്ന്. ഒരു എക്യുപ്മെന്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് സംഭരിക്കുമ്പോൾ എന്താണ് നമ്മൾ ഈ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം, പരിഗണിക്കണം. ദ എഫക്ട് ഓഫ് ആഫ്റ്റർ സെയിൽസ് സർവീസ് ആൻഡ് സ്പെയർസ് അവൈലബിലിറ്റി. നമ്മളും പല കാര്യങ്ങളും വാങ്ങാറുള്ളതാ. ആഫ്റ്റർ സെയിൽസ് സർവീസ് ഉണ്ടോന്ന് നോക്കൂലേ? അല്ലെ, മേടിച്ചു കഴിഞ്ഞാൽ അവരതായിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ചീത്തയായി കഴിഞ്ഞാൽ സെയിൽസ് ആഫ്റ്റർ സെയിൽസ് സർവീസ് എന്തെങ്കിലും നമുക്ക് അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി, അവിടെ തന്നെ അത് ശരിയാക്കി തരും. വിൽപ്പനാനന്തര സേവനം
സ്പെയർസ് അവൈലബിലിറ്റി. ഇനി നമ്മളിത് വാങ്ങുമ്പോൾ ഇതുപോലെ സ്പെയറുകൾ കിട്ടുമോ നോക്കൂലേ? എന്തെങ്കിലും ഒരു ചീത്തയായി പോയി അതിന്റെ സ്പെയർ മാർക്കറ്റിൽ കിട്ടിയാലല്ലേ നമ്മൾ അത് വാങ്ങിക്കൊണ്ട് കാര്യമുള്ളൂ. സ്പെയർസിന്റെ അവൈലബിലിറ്റി നോക്കും. അല്ലെങ്കിൽ അതിന്റെ സ്പെയറുകൾ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് അത് ചീത്തയായി കളഞ്ഞാൽ പിന്നെ കളയാനേ പറ്റുള്ളൂ. സ്പെയറുകൾ കിട്ടിയാലല്ലേ നമുക്കത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുള്ളൂ, നന്നാക്കി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്തത് എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുമ്പോൾ, അത് സംഭരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ കാര്യം പരിഗണിക്കണം. ടേക്ക് ഇൻ ടു അക്കൗണ്ട്, നമ്മൾ അത് പരിഗണിക്കണം. എന്താണ്? ആഫ്റ്റർ സെയിൽസ് സർവീസ് ആൻഡ് സ്പെയർസ് അവൈലബിലിറ്റി. പിന്നെ അടുത്തേക്ക് ഇൻസ്റ്റലേഷൻ, ഇൻസ്റ്റോൾ ചെയ്യുക. ഓപ്പറേഷൻ ഓർ കാലിബ്രേഷൻ, അതിന്റെ പ്രവർത്തനം. കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒത്തുനോക്കുക. അത് സ്ഥാപിക്കുക, അതിന്റെ പ്രവർത്തനം കാലിബ്രേഷൻ. ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ്, പരിശീലനവും ടെസ്റ്റിംഗും ചെയ്യാം. മാനുഫാക്ചേഴ്സ് മാനുവൽ അവൈലബിലിറ്റി, മാനുഫാക്ചറിന്റെ അവൈലബിലിറ്റി, മാനുവൽ അവൈലബിലിറ്റി നോക്കും. ഇത്രയും കാര്യങ്ങളാണ് സെലക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞിരുന്നത്. ഒരു എക്യുപ്മെന്റ് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് സംഭരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യത്തെ എന്താ? എങ്ങനെ സെലക്ട് ചെയ്യണം? ആവശ്യം അനുസരിച്ച്. റെക്കമെൻഡേഷൻ അതനുസരിച്ച് സെലക്ട് ചെയ്യണം. പിന്നെ നമ്മൾ എന്താ? സെയിൽസ് സർവീസ് ഉണ്ടോ, സ്പെയർസിന്റെ അവൈലബിലിറ്റി നമ്മൾ നോക്കണം. പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങള്, അതിന്റെ പ്രവർത്തനങ്ങള്, അതൊക്കെ കാലിബ്രേഷൻ ഒത്തുനോക്കുക, കാലിബ്രേറ്റ് ചെയ്യുക. പിന്നെ ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും കാര്യങ്ങൾ നോക്കണം. മാനുഫാക്ചറിന്റെ അവൈലബിലിറ്റി നോക്കണം. മാനുഫാക്ചേഴ്സ് മാനുവൽ അവൈലബിലിറ്റി. ഇനിയാണ് ഞാൻ പറഞ്ഞത് റെസ്പോൺസിബിലിറ്റി ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. അതോറിറ്റി ഓർ റെസ്പോൺസിബിലിറ്റി ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. അത് നിങ്ങൾക്ക് ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ നമുക്ക് അതിനകത്ത് ചോദിക്കാം. അപ്പൊ നിങ്ങൾ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. എന്താണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്. അല്ലെങ്കിൽ ഇനിയിപ്പോ ഏതെങ്കിലും ഒരു പോയിന്റ് വന്നിട്ടാണെങ്കിലും ഓഫീസ് റെസ്പോൺസിബിലിറ്റി എന്ന് ചോദിച്ചാലും നമ്മളത് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഒന്നാമത്തെ എന്താ? അതോറിറ്റി ടു കമ്മിറ്റ് ദ ഫണ്ട് ഓഫ് ദ ഹോസ്പിറ്റൽ ഫോർ ദ പ്രൊക്യൂർമെന്റ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതോറിറ്റി ടു കമ്മിറ്റ് പ്രതിബദ്ധത അല്ലെങ്കിൽ അധികാരം. ഹോസ്പിറ്റലിലെ ഫണ്ട്, ഹോസ്പിറ്റലുകളിലെ ഫണ്ടുകള്, അവിടുത്തെ എക്യുപ്മെന്റ്സിന്റെ പ്രൊക്യൂർമെന്റ് സംഭരണത്തിന്, ഗുഡ്സ് ആൻഡ് സർവീസസ് ഗുഡ്സിന്റെയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ സംഭരണത്തിന് വേണ്ടി ഹോസ്പിറ്റലുകളുടെ ഫണ്ടുകള് ഉപയോഗിക്കാനുള്ള ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ അധികാരം ഉള്ള ആളാണ് ആര്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സംഭരണത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളുടെ ഫണ്ട് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. അതിനുള്ള അവകാശമുണ്ട്. ഹോസ്പിറ്റലിന്റെ ഫണ്ട് നൽകാനുള്ള അധികാരം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ അത്രയൊന്നും വെച്ചാൽ മതി, അല്ല ഫുള്ള് പഠിക്കണ്ട. അതോറിറ്റി ടു കമ്മിറ്റ് ദ ഫണ്ട് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഫണ്ട് ഉപയോഗിക്കാതെ കൊടുക്കാനുള്ള ഒരു അധികാരം. ഇതിനു വേണ്ടി ഈ ഗുഡ്സിന്റെയും സർവീസുകളുടെയും സംഭരണത്തിന് വേണ്ടി. അത് നോക്കിയ റെസ്പോൺസിബിലിറ്റി ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് വെൻ ജസ്റ്റിഫൈഡ്. അതായത് ന്യായമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണോ ലീഡ് ഓഫ് ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യങ്ങള് അത് ഫുൾഫിൽ ചെയ്യുക. അത് എന്താ? നിറവേറ്റുക. നിറവേറ്റാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എല്ലാ ആവശ്യങ്ങളും നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. വെൽ ജസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്താ? ന്യായമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യങ്ങള് നിറവേറ്റാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. അടുത്ത് നോക്കിയേ, മൂന്നാമത്തെ
റെസ്പോൺസിബിലിറ്റി എന്താ? റെസ്പോൺസിബിലിറ്റി ഫോർ ഇവാലുവേഷൻ ഓഫ് സ്പെസിഫിക്കേഷൻ. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നിർദ്ദേശങ്ങള്, സ്പെസിഫിക്കേഷൻ, ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ആണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സ്പെസിഫിക്കേഷൻ. അപ്പൊ ആ സാധനങ്ങളുമായി ബന്ധപ്പെട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അത്രയാണ് അണ്ടർലൈൻ ചെയ്താൽ മതിയിട്ട് അവിടെ. റെസ്പോൺസിബിലിറ്റി ഫോർ ഇവാലുവേഷൻ ഓഫ് സ്പെസിഫിക്കേഷൻ. സ്പെസിഫിക്കേഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ആണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് സ്പെസിഫിക്കേഷൻ. ആ സ്പെസിഫിക്കേഷനെ വിലയിരുത്താനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവിടെ നോക്കിയാൽ ഇൻകംപ്ലീറ്റ് ഓർ ഇൻകറക്റ്റ് ടു ചലഞ്ച് ദ സ്പെസിഫിക്കേഷൻ. ഇനി ഇൻകംപ്ലീറ്റ് ആണ്, ഇൻകറക്റ്റ് ആണെങ്കിൽ ആ സ്പെസിഫിക്കേഷൻസിനെ വെല്ലുവിളിക്കാനുള്ള അധികാരമുണ്ട്. ഇവാലുവേഷൻ ഓഫ് സ്പെസിഫിക്കേഷൻ അത്രയും അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതിയാകും. ഇനി അടുത്ത നോക്കിയാൽ റെസ്പോൺസിബിലിറ്റി ടു ഇന്റർവ്യൂ ഓർ വെണ്ടർ റെപ്രസെന്റേറ്റീവ് ആൻഡ് അറേഞ്ച് ഫോർ ബിഡിംഗ് ഓർ നെഗോഷിയേഷൻ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇനി അടുത്ത എന്താ? റെസ്പോൺസിബിലിറ്റി ടു ഇന്റർവ്യൂ ചെയ്യാൻ ഓൾ വെണ്ടർ റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാര് അല്ലെ. എല്ലാ റെപ്രസെന്റേറ്റീവ്സിനെയും വെണ്ടർ റെപ്രസെന്റേറ്റീവിനെയും ഇന്റർവ്യൂ ചെയ്യാനുള്ള അധികാരവും അവർക്കുണ്ട്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. വെണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ മെറ്റീരിയൽസ് സാധനങ്ങളൊക്കെ തരുന്നവര്, കച്ചവടക്കാർ. ആൻഡ് അറേഞ്ച് ഫോർ ബിഡിംഗ്, വേണ്ടതിനുള്ള കാര്യങ്ങള്, ഫോർ നെഗോഷിയേഷൻ, ചർച്ചയ്ക്കുള്ള കാര്യങ്ങള്. എന്തിനു വേണ്ടി? ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ ബന്ധപ്പെട്ടുള്ള ചർച്ചകള്, അതിന്റെ ലേലം വിളി, ഇതിനുള്ള അറേഞ്ച്മെന്റുകൾ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇന്റർവ്യൂ ചെയ്യാൻ വെണ്ടർ റെപ്രസെന്റേറ്റീവ്സിനെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. അടുത്തൊക്കെ ടു ഗെറ്റ് ദ കറക്റ്റ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി അറ്റ് ദ എക്കണോമിക് പ്രൈസ് ആൻഡ് ടു സപ്ലൈ മെറ്റീരിയൽസ് ആസ് നീഡഡ് ഫോർ ദ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. Okay, to get the correct quantity, ക്വാളിറ്റിയില്, എക്കണോമിക് പ്രൈസ്, സാമ്പത്തിക വിലയില് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക. വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക. ഇതിനുള്ള അധികാരവും അവർക്കുണ്ട്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ബൈഹാർട്ട് ചെയ്യേണ്ട ആൻസർ 5 പോയിന്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. മലയാളത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. കിട്ടട്ടോ നോക്കിയ ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റലുകളിലെ ഫണ്ടുകള്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സംഭരണത്തിനായിട്ട് ഹോസ്പിറ്റലുകളിലെ ഫണ്ട് ഉപയോഗിക്കാനുള്ള അധികാരമുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യങ്ങള് നിറവേറ്റാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. സ്പെസിഫിക്കേഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. പിന്നെ എല്ലാ വെണ്ടർ റെപ്രസെന്റേറ്റീവ്സിനെയും ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. പിന്നെ ഈ എക്കണോമിക് കറക്റ്റ് ക്വാളിറ്റിയില്, ക്വാണ്ടിറ്റിയില്, എക്കണോമിക് പ്രൈസില് പല ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ സപ്ലൈ ചെയ്യാനുള്ള അധികാരവും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ. 5 പോയിന്റ്സ് ക്ലിയർ ആയോ? റേഞ്ചിൽ അപ്പൊ തന്നെ ഇട്ടിട്ടുണ്ടല്ലോ. വെരി ഗുഡ്. ഓക്കെ, ഞാൻ പറഞ്ഞു ക്ലിയറിനേക്കാൾ നോക്കിയാണോ എന്ന് ചോദിക്കുന്നേക്കാൾ സമീന, ഷമീന അല്ലെ, ഷംസീനയാണ് അല്ലെ. ഷംസീന, അനുമോള് ഒക്കെ നമ്മുടെ എല്ലാ സ്ഥിരം കയറുന്ന കുട്ടികളൊക്കെ വേഗം തപ്പിട്ടേട്ടോ. ഓക്കെ, എങ്ങനെ പഠിച്ചാൽ കേട്ടോ. അത് ഫുള്ളൊന്നും ബൈപ്പാട്ട് ചെയ്യേണ്ട. ഫുള്ളും നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ തന്നെയാണ്. അപ്പൊ ഇത് 5 ഒന്ന് തറവാക്കി മനസ്സിൽ വെച്ചേക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ നിങ്ങൾ ആ പോയിന്റ്സ് ഒന്ന് വായിച്ചിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണോ അത്രയും മതി. അല്ലാതെ ഫുള്ള് സെന്റൻസ് വൈസ് ഒന്ന് ബൈപ്പാട്ട് ചെയ്യേണ്ട. ആ സെന്റൻസ് അവിടെ നമുക്ക് ആൻസർ ഉണ്ടല്ലോ. നമ്മളോട് തന്നെ റെസ്പോൺസിബിലിറ്റി എഴുതാനല്ലല്ലോ ക്വസ്റ്റ്യൻ വരുന്നത്. ഇൻക്ലൂഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതിന്. ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി തന്നിട്ട് ആദ്യം കൂടി മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അടുത്തതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് മാനേജർ. ഇനി പർച്ചേസിംഗ് മാനേജറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്? ഇനി ആർക്കെങ്കിലും ഇവിടെ മനസ്സിലാവാത്തുണ്ടോ? 5 പോയിന്റ് ഓക്കെ അല്ലേ? നമ്മുടെ അടുത്ത കുട്ടികള് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? ഓക്കെ, അടുത്തതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് മാനേജർ.
പർച്ചേസിംഗ് മാനേജറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പർച്ചേസിംഗുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എല്ലാ പോയിന്റ്സും വരുന്നത്. അതുകൊണ്ട് നമുക്കത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണെന്ന് അറിയാം. Okay, the person that normally runs the purchasing department is called the purchasing manager. അത് അണ്ടർലൈൻ ചെയ്തു വെച്ചോട്ടോ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് സാധാരണയായിട്ട് പ്രവർത്തിപ്പിക്കുന്ന ആള്, ആ പേഴ്സൺ ആര്? പർച്ചേസിംഗ് മാനേജർ ആണ്. MANAGER. ടെക്സ്റ്റിൽ ആവുന്ന കൂടി ഇല്ലെന്ന് നോക്കിയാൽ കേട്ടോ, മാനേജർ. അപ്പൊ ഇങ്ങനെ തന്നെ ചോദിക്കാം നമുക്ക്. The person that normally runs the purchasing department is called dash. ആരെയാ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യുന്ന ആരാണ്? നോർമലി റൺ ചെയ്യുന്നത് ആരാണ്? പർച്ചേസിംഗ് മാനേജർ ആണ്. പർച്ചേസിംഗ് മാനേജർ. Then the purchasing job description is a strategic in nature. ഈ പർച്ചേസിംഗ് ജോലി എന്ന് പറഞ്ഞ ചില്ലറ കാര്യമൊന്നുമല്ല, അതൊരു തന്ത്രപ്രധാനമായിട്ടുള്ള സ്വഭാവമുള്ള കാര്യമാണ്. നല്ല സ്ട്രാറ്റജിക് ഇൻ നേച്ചർ, തന്ത്രപ്രധാനമായിട്ടുള്ള സ്വഭാവമാണ്. And it usually consists of the following. അപ്പൊ താഴെ പറയുന്ന കാര്യങ്ങൾ അതിനകപ്പെടുന്നു. ആരുടെ? പർച്ചേസിംഗ് മാനേജറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇത് സാധാരണ നമ്മൾ വിചാരിക്കാത്ത കാര്യമൊന്നുമല്ല. എങ്ങനെയുള്ളതാ? സ്ട്രാറ്റജിക് ഇൻ നേച്ചർ, തന്ത്രപ്രധാനമായിട്ട് കുറച്ച് ആസൂത്രണങ്ങളും കാര്യങ്ങളും പ്ലാനിങ്ങും ഒക്കെ വേണം. അങ്ങനത്തെ ഒരു നേച്ചറാണ് ഈ പർച്ചേസിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പർച്ചേസിംഗ് മാനേജറിന്റെ ജോലി. അദ്ദേഹം എന്താ ചെയ്യണം നോക്കി? മെയിൻറ്റെയിനിങ് ദ പർച്ചേസിംഗ് പോളിസി and ensuring that all purchasers stick to it. ഇതിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? പർച്ചേസ് തന്നെ അവിടെ ഒരു കുഞ്ഞു പേര് അവിടെ കിടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോളാം പർച്ചേസിംഗ് മാനേജറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നതാണ്. കണ്ടോ? പർച്ചേസിംഗ് പോളിസി മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ എല്ലാ പർച്ചേസും ആ പർച്ചേസിംഗും ആ പർച്ചേസ് പോളിസി പാലിക്കുന്നുണ്ട്. അതനുസരിച്ചാണ് അവർ പർച്ചേസ് ചെയ്യുന്നതിന് ഉറപ്പുവരുത്തേണ്ടത് പർച്ചേസിംഗ് മാനേജർ ആണ്. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? പർച്ചേസിംഗ് പോളിസി മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാ പർച്ചേസും ആ പർച്ചേസിംഗ് പോളിസി അനുസരിച്ച് തന്നെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആര് തന്നെയാണ്? പർച്ചേസിംഗ് മാനേജർ ആണ്. ഇനി അടുത്ത് നോക്കിയേ, ചൂസിംഗ് ദ സപ്ലയേഴ്സ് ദാറ്റ് ദ കമ്പനി വിൽ ഡീൽ. കമ്പനി ഡീൽ ചെയ്യുന്ന, സ്ഥിരമായിട്ട് ഡീൽ ചെയ്യുന്ന ആ സപ്ലയർമാരെ തിരഞ്ഞെടുക്കുക. will deal with the and keeping the legal interaction. അവരുമായിട്ട് ഒരു നിയമപരമായിട്ടുള്ള ഇടപെടലുകൾ അവരുമായിട്ട് കീപ്പ് ചെയ്യുക. പർച്ചേസിംഗ് സപ്ലയേഴ്സിനെ ചൂസ് ചെയ്യുക. Choosing the suppliers that the company will deal with. കമ്പനിയായിട്ട് ഡീൽ ചെയ്യുന്ന ആ സപ്ലയർമാരെ ചൂസ് ചെയ്യുക. അവരുമായിട്ട് ഒരു ലീഗൽ ഇന്ററാക്ഷൻ കീപ്പ് ചെയ്യുക. കീപ്പിംഗ് ദ ലീഗൽ ഇന്ററാക്ഷൻ വിത്ത് ദം. അവരുമായിട്ട് ഒരു നിയമപരമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ കീപ്പ് ചെയ്യുക. ഇനി അടുത്തതാണ് മാനേജിങ് എനി SLAs. SLA എന്ന് പറഞ്ഞ സർവീസ് ലെവൽ എഗ്രിമെന്റ്സ്. അതൊന്ന് നോട്ട് ചെയ്തു കേട്ടോ, SLA എന്നുള്ളത്. സർവീസ് ലെവൽ എഗ്രിമെന്റ്. സർവീസ് ലെവൽ എഗ്രിമെന്റ്. That may be managing any SLAs that may be in placing and managing any master agreement between the supplier and the company. കമ്പനിയും സപ്ലയറും തമ്മിലുള്ള ഏതെങ്കിലും മാസ്റ്റർ എഗ്രിമെന്റ്സുകൾ കൈകാര്യം ചെയ്യുക. അപ്പൊ അത്രയും നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. SLA മാനേജ് ചെയ്യുക, സർവീസ് ലെവൽ എഗ്രിമെന്റ്സ് കൈകാര്യം ചെയ്യുക. ഷോർട്ടാക്കി പഠിച്ചാൽ മതി. സർവീസ് ലെവൽ എഗ്രിമെന്റ്സ് കൈകാര്യം ചെയ്യുക. അടുത്ത് നോക്കിയേ, നാലാമത്തെ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ്. സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുക, അവരെ നിയമന കാര്യങ്ങൾ ചെയ്യുക, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, അവരെ അതൊക്കെ ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ്. സ്റ്റാഫ് റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ് ആൻഡ് മാനേജ്മെന്റ്, ഇതിന്റെ കൈകാര്യ കാര്യങ്ങളൊക്കെ ചെയ്യുക. 4 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ആരുടെ? പർച്ചേസിംഗ് മാനേജറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ. ഒന്നാമത്തേത് എന്താ പറഞ്ഞത്? പർച്ചേസിംഗ് പോളിസി മെയിൻറ്റെയിൻ ചെയ്യുക. അത്രയും അണ്ടർലൈൻ ചെയ്തിട്ടാ മതി.
മെയിൻറ്റെയിനിങ് ദ പർച്ചേസിംഗ് പോളിസി. പിന്നെ എല്ലാ പർച്ചേസും ആ പർച്ചേസിംഗ് പോളിസി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. നോക്കിയേ, പർച്ചേസിംഗ് പോളിസി മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ കമ്പനി ഡീൽ ചെയ്യുന്ന സപ്ലയർമാരെ ചൂസ് ചെയ്യുക, SLA സർവീസ് ലെവൽ എഗ്രിമെന്റ്സ് മാനേജ് ചെയ്യുക, പിന്നെ എന്താണ് സ്റ്റാഫിന്റെ റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ് ആൻഡ് എൻകറേജ്മെന്റ്. 4 പോയിന്റ്സ് പറഞ്ഞത്. 4 ക്ലിയർ അല്ലേ? ഓക്കെ, ഇതും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഐഡിയയിൽ നിങ്ങൾ 2 പ്രാവശ്യം വായിച്ചു വെച്ചാൽ മതി. നമുക്ക് ഇതിനകത്തുനിന്ന് അഥവാ ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഓരോണ്ടാക്കാനും ഒന്ന് ചോദിച്ചെങ്കിലേ ഉള്ളൂ. അത് 3 അടുപ്പിച്ചടുപ്പിച്ചാണ് തന്നേക്കുന്നത്. അതൊന്നും നിങ്ങൾ വായിച്ചു വെക്കുക. ഇതൊരു വലിയൊരു ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് അറിയാം, എക്സാമിന് എല്ലാ ചാപ്റ്ററിൽ നിന്നും കവർ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 4 or 5 ക്വസ്റ്റ്യൻസേ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുള്ളൂ. 5 ക്വസ്റ്റ്യന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും നമ്പർ ഓഫ് പേജസ് നമ്മൾ കവർ ചെയ്യുന്നത്. അതിനനുസരിച്ച് നിങ്ങൾ നോക്കി പഠിക്കുക കേട്ടോ. ഇമ്പോർട്ടൻറ്റ് സെക്ഷനുകളൊക്കെ പ്രത്യേകം പഠിക്കുക. ബാക്കിയൊക്കെ നിങ്ങളൊക്കെ വായിച്ചിട്ടൊന്ന് മനസ്സിലാക്കി വെക്കും. ഓക്കെ, എന്നാ ബാക്കിയിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ഇന്ന് തന്നെ ഇത്രയും വായിച്ചു വെച്ചേക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യമൊക്കെ വെള്ളത്തില് വരച്ച വര പോലെയാകും. ഇനിയിപ്പോ നമ്മൾ അടുത്ത ദിവസം കാണുകയും മറന്നുപോകരുത്. ഇന്ന് തന്നെ ഒരു പ്രാവശ്യം വായിച്ചെടുത്താൽ ഒത്തിരി കൂടുതലായി വായിക്കുകയോ വേണ്ട. ഒരു പ്രാവശ്യം നമുക്ക് ഓർമ്മ നിൽക്കാൻ വേണ്ടി മാത്രം ഇത് വായിച്ചു വെച്ചേക്കുക. ബാക്കി നെക്സ്റ്റ് ക്ലാസ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.